ഹേ ഗൈസ്, ഇന്നൊരു എക്സ്പോ വീഡിയോ ആയിരുന്നു. നമ്മുടെ കാസർഗോഡ് പുതുതായിട്ടൊരു എക്സ്പോ വന്നിട്ടുണ്ട്. മാജിക് എക്സ്പോ എന്നാണ് പേര്. അപ്പോൾ അവിടേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് ഇന്ന്. എക്സ്പോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫുള്ള് മീനിൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ. മീൻ എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ അക്യൂറത്തിലൊക്കെ കാണുന്ന പോലത്തെ കുറേ തരത്തിലുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. കുറേ തരത്തിൽ എനിക്കിതിൽ കൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ ഫിഷാണ്. അതുപോലത്തെ കുറേ തരം ഫിഷ് അവിടെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, അക്വേറിയത്തിലേക്ക് കാണുന്ന പോലെ സെറ്റാക്കി വെച്ചേക്കാണ്. എക്സ്പോൻ്റെ പകുതി ഭാഗം സത്യം പറഞ്ഞാൽ ഈ ഒരു ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ഫുഡും അതും ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫിഷിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഓരോ ഫിഷ് ഇങ്ങനെ എനിക്കതിൽ വലിയ വലിയ മീനൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. വലിയ മീനെന്തോ രസമില്ലായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. ചെറുതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കളർ ഫിഷ് കേട്ടോ. കളർ ഫിഷിൻ്റെ ഞങ്ങൾ മാറിയില്ല, കുറേ സമയം അവിടെ തന്നെ നിന്നു. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഒരു ആനക്കുട്ടിയും പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് ഉണ്ടായത്. ആനക്കുട്ടി നല്ല ക്യൂട്ടുണ്ടായിരുന്നു. ഞങ്ങളായിട്ടിങ്ങനെ ഭയങ്കര മിങ്കിളാൻ വേണ്ടിയിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളും പിള്ളേരെ പോലെ തന്നെ അവിടെ വന്നിട്ട് അവരൊപ്പരൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കൂടുതലും കുട്ടികളായിരുന്നു വന്നിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് കളിക്കുന്നുണ്ടായിരുന്നത്. പൊതുവെ വേറെ വലിയവരാരും കളിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് അവരൊന്നിച്ച് ഡാൻസൊക്കെ കളിച്ചു ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് സെക്ഷൻസിലേക്ക് ഞങ്ങൾ പോയി. അവിടെ കുറേ അച്ചാറും ബുക്സും പിന്നെ കുറേ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ട് ഓരോരോ ഇങ്ങനെ സെക്ഷൻസ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കാം. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഞാൻ കുറച്ച് സമയം നിന്നായിരുന്നു അവിടെ. എനിക്ക് അവിടെ കണ്ടപ്പോൾ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. കുറേ ബുക്സ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് അച്ചാർ ടേസ്റ്റ് ചെയ്തു, അതിൻ്റെ വീഡിയോ മിസ്സായി, അതെടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ അലുവ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ടുണ്ട്. അവർ ടേസ്റ്റൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെയുള്ള സെക്ഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടെ നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ട പോലത്തെ ഊതുന്ന സമയത്ത് പിക്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം, നല്ല സാധനമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അച്ചങ്ങി പറഞ്ഞു തരുമൊക്കെ ചെയ്തു. ആദ്യം വെച്ച് ഞങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചിത്രകലയിൽ വലിയ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് അവിടെ വെച്ചു. പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ആണെങ്കിലും എന്നാൽ റയറായിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളെ കമ്മലിൻ്റെ സെക്ഷനാണ് കേട്ടോ. കമ്മലിൻ്റെ സെക്ഷൻ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കമ്മൽസ് നമ്മൾ ഈ ഉത്സവ ചന്തയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷേ അതിനനുസരിച്ച് നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പോയത് ഈ ഒരു ചന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്സവപ്പറമ്പിൽ കാണുന്ന അതേ സെയിം ഒരു വൈബാണ് എനിക്ക് കിട്ടിയത് അവിടെ പോയ സമയത്ത്. അതേപോലെ തന്നെ റിങ്സ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ അതൊക്കെ നോക്കിയിട്ടും ഒക്കെ അവിടെ കുറേ സമയം നമ്മൾ നിന്നു കേട്ടോ. കാരണം അതിലേക്ക് റിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് പെർഫ്യൂമിൻ്റെ സ്പ്രേയുടെ അടുത്താണ് എത്തിയപ്പോൾ പെർഫ്യൂംസ് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ നല്ല ഉണ്ടായിരുന്നു. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഈ ബ്ലൂ ലേഡിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയൊക്കെ എത്തി. ഫുഡൊന്നും അത്ര അടിപൊളി സെറ്റപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെയാണ് നമ്മുടെ എക്സ്പോൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള റൈഡിങ്സിലൊക്കെ നമ്മൾ പോയത്. റൈഡിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജെയിൻ വീൽ, അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസ്, തോണി, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പ് തീവണ്ടിയും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ആൾക്കാർ കുറവായതുകൊണ്ടുള്ള ആ ഒരു വൈബ് കുറവ് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതർവൈസ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളൊരു ഐസൊക്കെ കഴിച്ചു. മാംഗോ ഫ്ലേവറാണ് കഴിച്ചത്. അത് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി വ്യൂ ഒക്കെ ആസ്വദിച്ചത്. എവിടെ പോയാലും എനിക്ക് ഈ ജെയിൻ വീൽ കറങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പള്ളിക്കര ബീച്ചിലും റെഡ്മൂൺ ബീച്ചിലൊക്കെ പോയാൽ നമുക്ക് അവിടെ നിന്നും കിട്ടും ഇതേപോലത്തെ ഒരു വ്യൂ, നമ്മുടെ ജെയിൻ വീലൊക്കെ ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് ഭയങ്കര ട്വിന്നിങ് ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് സത്യം പറയാലോ ഇത് കോയിൻസിഡൻ്റ്, പക്ഷെ ആരും വിശ്വസിക്കത്തില്ല എന്നുള്ളൂ. ഞങ്ങൾ അറിയാണ്ട് ഇട്ടുപോയതാണ്, പക്ഷെ ഒരുപോലത്തെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ ഏത് റൈഡിൽ കയറണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. കാരണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു.
പിന്നെ സമയപരിമിതി മൂലവും പിന്നെ ഞങ്ങൾ നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ഡാൻസിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കുറേ പ്ലാൻ ചെയ്തു. പക്ഷെ എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ഡാൻസിൽ കറങ്ങി ഒരു വിധമായി ഗൈസ്. നമ്മളതിൽ ഇറങ്ങാൻ വേണ്ടി അവർ സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളതിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴുള്ള ആ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ രണ്ടൊരു സൈഡായി പോയി. അതിനുശേഷം ഞങ്ങൾ തോണിയിൽ കയറി കേട്ടോ. തോണിയിൽ കയറിയപ്പോൾ ഞങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി. കൊച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ നിന്ന് കിട്ടിയതാണ്. ഒരു ചെറിയ കുഞ്ഞി, അവൾ 5ാം ക്ലാസ്സിലിട്ടാണ് പഠിക്കണേ. തോണി എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം മീത്ത് പോകുന്ന സമയത്ത് ഫോണൊക്കെ പിടിച്ചെടുക്കുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തുള്ളൂ. പിന്നെ എടുത്തില്ല കേട്ടോ വീഡിയോ. നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ ആൾക്കാർ കുറവായിരുന്നതുകൊണ്ട് നമുക്ക് അത്ര വൈബായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.